ഇവിടുത്തെ ജില്ലയിലെ ഒരു MLA ഇല്ലേനോ കോൺഗ്രസിന്റെ? എന്തേനോ അദ്ദേഹത്തിന്റെ പേര്? എൽദോസ്. അതുപോലെ തിരുവനന്തപുരത്ത് ഒരു MLA വിൻസെന്റ്. അവരൊക്കെ ഇപ്പോൾ കോൺഗ്രസ് തന്നെയല്ലേ? ഇരിക്കട്ടെ, അപ്പോൾ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. നന്ദി. പ്രതിപക്ഷ നേതാവ് രാഹുൽ വിഷയത്തിൽ ഇന്ന് വീണ്ടും ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ സർക്കാർ ബോധപൂർവം വൈകിക്കുന്നതാണ്. തെരഞ്ഞെടുപ്പ് വഴി വിഷയം സജീവമാക്കി നിർത്തുകയും ശബരിമല വിഷയത്തിൽ നിന്നും ശ്രദ്ധ മാറ്റുവാനായിട്ടുള്ള സർക്കാരിന്റെ ഒരു തന്ത്രമാണ് ഈ അറസ്റ്റ് വൈകിപ്പിക്കൽ എന്നാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ പറയുന്നത്. അതിലൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. അങ്ങക്ക് അറിയായിരിക്കുമല്ലോ എവിടെയാണുള്ളതെന്ന്. അതൊന്ന് പറഞ്ഞാൽ മതി, അതവർ നേരെ പോയിട്ട് പിടിച്ചോളൂ, ഒരു പ്രശ്നവുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ആരാണ് സംരക്ഷിക്കുന്നത്? അത് കോൺഗ്രസ് തന്നെയാണ്. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് കൃത്യം മറുപടി പറയുന്നു മുഖ്യമന്ത്രി. പറയുന്നത് മുഖ്യമന്ത്രിയാണ്, അതിൽ തെറ്റാൻ സാധ്യതയില്ല. കാരണം കിട്ടുന്ന വിവരങ്ങൾ, പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ, അത് വെച്ചായിരിക്കും മുഖ്യമന്ത്രി സംസാരിക്കുക. മറ്റൊരു വലിയ ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. എന്തുകൊണ്ട് മുകേഷ് MLA-ക്കെതിരെ നടപടിയെടുത്തില്ല എന്ന്. അതിന് മുഖ്യമന്ത്രി പറയുന്ന രസകരമായ മറുപടിയുണ്ട്. അതും കൂടി കേൾക്കേണ്ടതാണ്. കേരളത്തിലെ ഒരു MLA കഴിഞ്ഞ 7 ദിവസമായിട്ട് ഒളിവിലാണ്. കോടതി അദ്ദേഹത്തിന്റെ അറസ്റ്റ് തടയേണ്ടതില്ല എന്ന അഭിപ്രായം പറയുകയും ചെയ്തു. പക്ഷേ പോലീസിന് അദ്ദേഹത്തെ ഇതുവരെയായിട്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിന്റെ കൂടെ ചേർത്തോട്ടെ, നമ്മുടെ രമേശ് ചെന്നിത്തല പറഞ്ഞു അദ്ദേഹം ആയിരുന്നു ആഭ്യന്തരമന്ത്രിയെങ്കിൽ 24 മണിക്കൂറിനകം അറസ്റ്റ് ചെയ്യുമെന്നും പറഞ്ഞിരുന്നു. നിലവിലുള്ള ഒരു ആഭ്യന്തരമന്ത്രിക്ക് നേരെയുള്ള ഒരു ചലഞ്ച് കൂടിയാണോ? അതില് ചിലര് അത് ഗവൺമെന്റിന്റെ ഒത്തുകളിയാണെന്ന് വരെ പറയാൻ തയ്യാറായിട്ടുണ്ടല്ലോ. അതൊക്കെ നമ്മുടെ സമൂഹത്തിൽ എല്ലാവരും വിലയിരുത്തപ്പെടുന്ന കാര്യമാണ്. പോലീസ് ഫലപ്രദമായ നടപടികളാണ് ആ കാര്യത്തിൽ സ്വീകരിച്ചു വരുന്നത്. പക്ഷേ പോലീസിൻ്റെ കണ്ണു വെട്ടിച്ച് ഈ പറയുന്ന പ്രതിക്ക് സംരക്ഷണം ഒരുക്കുന്നതിനുള്ള നടപടികളാണ് ചിലർ സ്വീകരിച്ചിട്ടുള്ളത്. അതിനകത്ത് പോയ സ്ഥലങ്ങളെ പറ്റിയൊക്കെ ഇപ്പോൾ ചില അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്. അത് ബോധപൂർവം സംരക്ഷിക്കുന്നതിന് നടപടിയെടുത്തു എന്നാണ് സംശയിക്കേണ്ടത്. അപ്പോൾ ഇനിയെങ്കിലും അത്തരം സംരക്ഷണങ്ങൾ ഒരുക്കാതിരിക്കുക. പോലീസ് ഫലപ്രദമായി തന്നെ പ്രവർത്തിച്ച് ആളെ കണ്ടെത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അല്ല, പിടിയിലാവുമെന്ന് വെച്ചാൽ പിടിയിലാവേണ്ടതല്ലേ? പിടിയിലാവുന്നതിന് ആരും എതിരല്ലാരോ, അതിന് പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഈ ആരോപണം വന്ന ഉടൻ തന്നെ കോൺഗ്രസ് MLA പാർട്ടിയിൽ നിന്നും ആദ്യം സസ്പെൻഡ് ചെയ്തു, പിന്നീട് കഴിഞ്ഞ ദിവസം പുറത്താക്കിയിരുന്നു. അതോടൊപ്പം തന്നെ കോൺഗ്രസ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ആരോപണം CPM-ന്റെ MLA അടക്കമുള്ള പ്രധാനപ്പെട്ട ആളുകൾക്കെതിരെ സമാനമായ ആക്ഷേപം ഉയർന്നിട്ട് CPM-ന്റെ ഭാഗത്തും അത്തരം ഒരു നടപടി ഉണ്ടായിട്ടില്ല. കോൺഗ്രസ് ആണ് അതിലൊരു മാതൃകാപരമായ നിലപാടെടുത്തത് എന്ന് അവർ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് അടുത്ത ദിവസങ്ങളിലൊക്കെ വളരെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നിലപാട് ആയിട്ടത് മാറി. അല്ല, നമ്മളിപ്പോൾ അത് തന്നെ അലക്കിക്കൊണ്ടിരിക്കേണ്ട കാര്യമുണ്ട്. അങ്ങനെ മാതൃകാപരമാണെന്നൊക്കെ പറയാൻ പറ്റുമോ? ജയിലിൽ കിടന്നയാൾ ഈ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ അടുത്തുണ്ടാവുമല്ലോ. ഈ പറഞ്ഞയാൾ സംസാരിക്കുമ്പോൾ അന്നേരം അദ്ദേഹം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത്തരമൊരു കുറ്റത്തിൽ ജയിലിൽ കിടന്നയാൾ ഒപ്പം കഴിയുന്നില്ലേ? ഈ പറയുന്നയാളല്ല. അങ്ങനെ ആളുകളെ പുറത്താക്കിനോ? പുറത്താക്കപ്പെട്ടിനോ? ഈ MLA-മാരായിട്ടുള്ള ചിലർ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിലുള്ളവർ, അവർ ചിലർ ജയിലിലടക്കം കിടന്നിനല്ലോ. ആ ജയിലിൽ കിടന്നവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിനോ അവർ? രാഹുലിൻ്റെ കാര്യം നമ്മുടെ നാട്, സമൂഹം പൊതുവിൽ നല്ല നിലക്ക് കൈകാര്യം ചെയ്യേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ഏതെല്ലാം രീതിയിലുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത്? എത്ര ബീഭത്സമായ കാര്യങ്ങളാണ്. നമുക്ക് സാധാരണഗതിയിൽ പ്രതീക്ഷിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണോ വന്ന കാര്യങ്ങൾ? ഞാനതാകെ ഇപ്പോൾ വീണ്ടും ആവർത്തിച്ച് പറയാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. കാരണം നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മനുഷ്യ മനസ്സാക്ഷിയുള്ള ആരെയും ഞെട്ടിപ്പിക്കുന്ന വൈകൃതങ്ങളല്ലേ ഉണ്ടായിട്ടുള്ളത്. അതൊരു കൃത്യമായ ഒരു ലൈംഗിക വൈകൃതക്കാരൻ്റെ നടപടികളല്ലേ ഉണ്ടായിരുന്നു. ഒരു പൊതുപ്രവർത്തകന് ചേർന്നതാണോ? പൊതുസമൂഹത്തിന് ചേർന്നതാണോ? അത്തരമൊരു പൊതുപ്രവർത്തകനെ സാധാരണഗതിയിൽ പൊതുപ്രവർത്തനത്തിൽ നിന്ന് ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ തന്നെ മാറ്റി നിർത്താനല്ലേ ശ്രമിക്കേണ്ടിയിരുന്നത്. ഇപ്പോൾ വന്നിടത്തോളം കാര്യങ്ങൾ വന്നാൽ ആദ്യം വന്ന
വാർത്തകളെല്ലാവരും ഇത് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നേതൃത്വം അറിഞ്ഞിരുന്നു എന്നല്ലേ പറയുന്നത്? അങ്ങനെ നേതൃത്വം അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഈ ഭാവിയിലെ നിക്ഷേപം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അവതരിപ്പിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. അതൊക്കെ സ്വയമേവ പരിശോധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നിങ്ങളെല്ലാവരും നല്ല ശൈലിയിൽ എഴുതുന്നവരും പറയുന്നവരുമാണല്ലോ. അങ്ങനെയൊരു ഒരു ഒരു അധപ്പതനം എങ്ങനെയാണ് ഒരു പാർട്ടിയിൽപ്പെട്ട ആളുകൾക്ക് സംഭവിക്കുന്നത്? അതാണോ സാധാരണ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത്? ആളെ ഇങ്ങനെ എത്തിച്ചു കൊടുക്കലാണോ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടത്? ഒരാൾ ആഫീസും പൂട്ടി സ്ഥലം വിട്ടു എന്ന് പറഞ്ഞില്ലേ ഇതിൻ്റെ ഭാഗമായിട്ട്? അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. പിന്നെ എന്തിനാണ് ഈ നിങ്ങൾ പറഞ്ഞ വെട്ടുകിളികൾ രംഗത്ത് വരുന്നത്? ഇയാളെ തൊട്ട് ആരും പറയാൻ പാടില്ല. അങ്ങനെ പറയുമ്പോൾ അങ്ങനെ പറയാൻ തയ്യാറായാൽ ആ പറയുന്നവർക്കെതിരെയുള്ള ഭയങ്കര അസഭ്യവർഷം, എന്തെല്ലാം ആക്ഷേപങ്ങൾ, ഏതെല്ലാം തരത്തിലുള്ള അവഹേളിക്കലുകൾ. നിങ്ങൾ ചില ആളുകളെ, നിങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടെ എറണാകുളത്തുള്ളവരല്ല, ചിലയിടത്തുണ്ടായല്ലോ മാധ്യമ പ്രവർത്തകർ ചില കോൺഗ്രസ് നേതാക്കളെ കാണുമ്പോൾ, കോൺഗ്രസ് നേതാക്കളോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം വന്നപ്പോൾ എന്താ കണ്ട ബഹളം? ഇതൊക്കെ സാധാരണ സംഭവിക്കുന്നൊരു കാര്യമാണോ? ഏതെങ്കിലും പാർട്ടിയിൽ സംഭവിക്കും ഇങ്ങനെ? അതും കേരളത്തിലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന കോൺഗ്രസ് നേതാക്കളിലെ ഏറ്റവും പ്രമുഖൻ അല്ലെങ്കിൽ പ്രമുഖരിലൊരാൾ എന്ന് പറയാവുന്നയാൾ സംസാരിക്കുകയാണ്. ആ സംസാരിക്കുമ്പോഴാണ് സ്വന്തം അനുയായികൾ തന്നെ വലിയ തോതിൽ ബഹളം വെക്കുന്നത്. എന്തുകൊണ്ട് ഇദ്ദേഹത്തെപ്പറ്റി ചോദ്യം വന്നുകൂടാ? നൽകുന്ന കൃത്യമായ സന്ദേശം എന്താണ്? ആരും ഇദ്ദേഹത്തെ തൊടാൻ പാടില്ല, ഇദ്ദേഹം ചെയ്ത തെറ്റുകളെക്കുറിച്ച് പറയാൻ പാടില്ല, അതെല്ലാം ഞങ്ങളുടെ സ്വന്തമാണ് എന്ന ഒരു സന്ദേശം നൽകിക്കൊണ്ടിരിക്കുകയല്ലേ. ഇത്തരത്തിൽ ഒരു സംരക്ഷണ വലയം എന്തിനാണ് ഒരുക്കാൻ തയ്യാറായത്? അതും നമ്മൾ ആലോചിക്കേണ്ടതല്ലേ. നമുക്ക് ആ വിഷയം വിടാം കേട്ടോ, അത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ്ട. ശബരിമല വിഷയത്തില് സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട അങ്ങയുടെ പാർട്ടിയുടെ ഒരു ജില്ലാ കമ്മിറ്റി അംഗം തന്നെ ആഴ്ചകളായി ജയിലിലാണ്. പക്ഷേ അത് ഞാൻ പറഞ്ഞു. പറയും ഗവർണറുമായി ബന്ധപ്പെട്ടതാണ്. നമ്മുടെ ഈ സാങ്കേതിക സർവകലാശാലയിലെയും ഡിജിറ്റൽ സർവകലാശാലയിലെയും VC-മാരെ നിയമിക്കുന്നതിൽ മുഖ്യമന്ത്രി കൊടുത്ത പാനലിലുള്ള പ്രയോറിറ്റി ലിസ്റ്റിൽ നല്ല ഗവർണർ ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് ലിസ്റ്റ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ സ്വകാര്യ സർവകലാശാല ബില്ലും പ്രസിഡന്റിന്റെ കയ്യിലാണ്. ഇത്തരം സാധനം നമ്മുടെ ഫെഡറൽ സംവിധാനത്തെ എത്രത്തോളം ബാധിക്കുന്നു? നമ്മുടെ ഈ വിദ്യാഭ്യാസ മേഖലയിൽ അനിശ്ചിതാവസ്ഥയ്ക്ക് ഒരുപാട് കാരണമാകുന്നില്ലേ ഗവർണറുടെ ഇടപാടുകൾ, നിലപാടുകൾ? പ്രതിപക്ഷ നേതാവ് ഈ രാഹുൽ വിഷയത്തിൽ ഇന്ന് വീണ്ടും ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ സർക്കാർ ബോധപൂർവം വൈകിക്കുന്നതാണ്. തെരഞ്ഞെടുപ്പ് വഴി വിഷയം സജീവമാക്കി നിർത്തുകയും ശബരിമല വിഷയത്തിൽ നിന്നും ശ്രദ്ധ മാറ്റുവാനായിട്ടുള്ള സർക്കാരിന്റെ ഒരു തന്ത്രമാണ് ഈ അറസ്റ്റ് വൈകിപ്പിക്കൽ എന്നാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ പറയുന്നത്. അതിലൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. അങ്ങക്ക് അറിയായിരിക്കുമല്ലോ എവിടെയാണുള്ളതെന്ന്. അതൊന്ന് പറഞ്ഞാൽ മതി, അതവർ നേരെ പോയിട്ട് പിടിച്ചോളൂ, ഒരു പ്രശ്നവുമില്ല. ഈ പറഞ്ഞത് കൊണ്ട് പറയുകയാണ് ഞാൻ. അങ്ങക്ക് അറിയാമെന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ അറിവോടുകൂടിയാണല്ലോ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വി.ഡി. സതീശൻ എന്ന ഒരു വ്യക്തിക്ക് അറിയുമെന്നുള്ളതല്ല, കോൺഗ്രസിൻ്റെ അറിവോടുകൂടിയാണ് അദ്ദേഹത്തെ സംരക്ഷിച്ചിട്ടുണ്ടാവുക. ആ സംരക്ഷണം എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റും. ആ വിവരം കൊടുത്താൽ നേരെ പിടിക്കാനും പറ്റും.